ഹലോ, ഞാനൊരു ചാലക്കുടിക്കാരിയാണ് ട്ടോ. എന്നിട്ട് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് ഞങ്ങൾ അതിരപ്പള്ളി പോയിട്ടില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് എന്റെ ഫാമിലിനും ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ പോയിട്ടാ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയിട്ടില്ല. അപ്പൊ ഇന്ന് ആ വിഷമം അങ്ങോട്ട് മാറ്റാന്ന് വെച്ചു. പോണ വയ്ക്ക് നല്ല റംബൂട്ടാൻ വെക്കണ്ടായിരുന്നേ. അപ്പൊ അത് കുറച്ച് മേടിച്ചു ട്ടോ. എന്റെ വീട്ടിൽ നിന്ന് അതിരപ്പള്ളിക്ക് വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ മൂവാറ്റുപുഴന്നാണെങ്കിൽ നല്ല ദൂരം ഉണ്ട് ട്ടാ. നമ്മൾ അതിരപ്പള്ളിക്ക് പോണ വയ്ക്ക് അതിരപ്പള്ളി എത്തണേക്കാൾ മുമ്പ് ഒരു പാലുണ്ട്. അതിന്റെ മോളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു ട്ടാ. പിന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. മലയുടെ മോളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞൊക്കെ ഇറങ്ങി വന്നിട്ട് എന്ത് രസമായിരുന്നു കാണാനറിയോ. അവിടെ കുറച്ചായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോയത്. അതിരപ്പള്ളി എത്തിക്കഴിയുമ്പോ ഇതുപോലത്തെ ഒരു വ്യൂ ഉണ്ട് ട്ടാ. അത് ഞങ്ങൾ അവിടെ കുറച്ചേരം നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയില്ലാട്ടോ. കൊച്ചിനെ കൊണ്ട് വന്നെ മഴയൊക്കെ അല്ലേ, ആകെ സീനാവും. ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് എന്താ വെള്ളച്ചാട്ടം കണ്ടാട്ടേ കണ്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും വരുമ്പോ താഴത്തേക്ക് ഇറങ്ങാലോ. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ മാങ്ങ കണ്ടപ്പോ മേടിച്ചു കിട്ടാ. ഞാൻ എവിടെയെങ്കിലും പോയി ഉപ്പിലിട്ട് സാധനം എന്തെങ്കിലും കണ്ട മേടിക്കിട്ടാ, അല്ലാതെ വേറെ ഒന്നും മേടിക്കില്ല. അവിടെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പാവകൾ ഉണ്ടായിരുന്നു ട്ടാ. അപ്പൊ എനിക്ക് അവന് രണ്ടെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ഒരു പെൻഗ്വിനെയും ഒരു പൂച്ചേനെയും മേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ബജ്ജിയും കഴിച്ചു, ഒരു ചോക്ലേറ്റും മേടിച്ചു. ഇതാട്ടെ ഞാൻ അവന് മേടിച്ച പൂച്ച. രണ്ട് പൂച്ച ഉണ്ടായിരുന്നു. എനിക്ക് ഈ യെല്ലോ കളർ പൂച്ചേനായിട്ട് ഇഷ്ടമായത്. അതുപോലെ തന്നെ രണ്ട് പെൻഗ്വിൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ ബ്ലാക്ക് കളർ പെൻഗ്വിനായിട്ട് ഇഷ്ടമായത്. എന്നിട്ട് തിരിച്ചു വന്നേക്ക് ഒരു മാങ്ങയും വാങ്ങിച്ച് നേരെ വണ്ടി കയറി നേരെ വീട്ടിലോട്ടായിട്ട് പോയത്. നമ്മളാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോ ഈ 2 മണിയൊക്കെ ഉണ്ടായിരുന്നു ട്ടാ. അപ്പൊ തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ട്ടാ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം.